ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂബോർഡ്. നമ്മൾ ഓർഗാനിക്കിലെ +2 ഫസ്റ്റ് ചാപ്റ്റർ ഏതാടാ? അത് ഹലോ ആൽക്കെയിൻസ് ആൻഡ് ഹലോ അറീൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൻ്റെ ഒരു സമ്മറി വീഡിയോ ആണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവർ ചെയ്യുന്ന രൂപത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നമുക്ക് തുടങ്ങാം. ഹലോ ആൽക്കെയിൻസ് ആൻഡ് ഹലോ അറീൻസിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ക്ലാസിഫിക്കേഷനാ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലോജൻ. നമ്മൾ എടുത്തിരിക്കുന്ന ഹലോ ആൽക്കെയിനില് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഹലോ അറീനില് എത്ര ഹാലോജൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എടാ, ഒരു ഹാലോജനെ ഉള്ളൂ എങ്കിൽ അതിനെ മോണോ ഹാലോ എന്നാ പറയാ. മോണോ ഹാലോ ആൽക്കെയിൻ, മോണോ ഹാലോ അറീൻ. ഒരു ഹാലോജൻ ഉണ്ടെങ്കിൽ അങ്ങനെയാ പറയാ. ഇനി രണ്ട് ഹാലോജൻ ആണെങ്കിലോ ഡൈ ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ഡൈ ഹാലോ അറീൻ എന്നാ പറയാ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ഡൈ ഹാലോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ രണ്ട് ഹാലോജൻ അല്ലേ ഉണ്ടാവുക? അത് എവിടെയാണ് ഉണ്ടാവുന്നത് എന്നത് പ്രധാനമാ. നോക്കൂ നിങ്ങൾ, ആ രണ്ട് ഹാലോജനും ഉള്ളത് അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് കാർബണിലാണെങ്കിൽ അതിനെ വിസിനൽ ഫോം എന്നാണ് പറയുക. ഇനി ആ രണ്ട് ഹാലോജനും ഉള്ളത് ഒരേ കാർബണിലാണ്, സെയിം കാർബണിലാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ ജെമിനൽ ഫോം എന്നാ പറയാ. ഓക്കെ, അപ്പൊ ഡൈഹാലോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ അത് വിസിനലോ അല്ലെങ്കിൽ ജെമിനലോ ആവാം. ഇനി രണ്ടിൽ കൂടുതൽ ഹാലോജൻ ഉണ്ടെങ്കിൽ എങ്ങനെയാ സാറേ പറയാ? 3, 4, ട്രൈ, ടെട്രാ, പെന്റാ, ഹെക്സാ, ഹെപ്റ്റ, അങ്ങനെ രണ്ടിൽ കൂടുതൽ ഹാലോജൻ ഉള്ളത് ജനറലി അറിയപ്പെടുന്നത് പോളിഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ പോളിഹാലോ അറീൻസ് എന്ന പേരില. അപ്പോൾ ഒന്നാണെങ്കിൽ മോണോഹാലോ, രണ്ടാണെങ്കിൽ ഡൈഹാലോ, രണ്ടിൽ കൂടുതലാണെങ്കിൽ പോളിഹാലോ. ഇങ്ങനെയാണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലോജൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹലോ ആൽക്കെയിൻസിനെയും ഹാലോ അറീൻസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്, അടുത്തതിലേക്ക് പോവാം. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട്. നമ്മൾ എടുക്കുന്ന ഹലോ ആൽക്കെയിനിൽ അല്ലെങ്കിൽ ഹലോ അറീനിൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് എവിടെയാ കാണാന്നറിയോ? 3 സ്ഥലങ്ങളിൽ കാണാം. ഒന്ന് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഹലോ ആൽക്കെയിനിൽ അത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് കാർബണാ. സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണ് sp3, ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് sp2, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണ് sp. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. എന്താ പ്രൈമറി? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ ഒരു കാർബണുമായിട്ട് മാത്രമേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പ്രൈമറി. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ 2 കാർബണുമായി ബോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ 3 കാർബണുമായി ബോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെർഷ്യറി. മക്കളെ, ഇതാണ് പരിപാടി. അപ്പൊ പ്രൈമറി ആവട്ടെ, സെക്കൻഡറി ആവട്ടെ, ടെർഷ്യറി ആവട്ടെ, എല്ലാം സിംഗിൾ ബോണ്ടഡ് കാർബൺ ഹാലോജൻ ബോണ്ട് അല്ലേ? അതെ, അഥവാ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട് എന്നാ പറയാ. ഇനി മക്കളെ, രണ്ടാമത്തത് എന്താ? അലീലിക് ഹാലൈഡ്സ്. എന്താ സാറേ അലീലിക്? പറയാം. ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്തത് സിംഗിൾ ബോണ്ടഡ് കാർബണിലേക്കാണ്, അഥവാ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കാ. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? ഡബിൾ ബോണ്ടഡ് കാർബൺ അഥവാ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉണ്ട്. അങ്ങനെയാണെങ്കിലാണ് അലീലിക് ഹാലൈഡ്സ് എന്ന് പറയാ. ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്തത് സിംഗിൾ ബോണ്ടിലേക്കാ, sp3യിലേക്കാ. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് ഡബിൾ ബോണ്ട് അഥവാ sp2 ഉണ്ട്. അതാണ് അലീലിക്. മക്കളെ, ബെൻസിലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്തത് sp3യിലേക്കാ, പക്ഷെ തൊട്ടടുത്ത് ബെൻസീൻ റിംഗ് ഉണ്ട്. അങ്ങനെ വന്നാൽ അത് ബെൻസിലിക്ക. അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആവട്ടെ, അലീലിക് ആവട്ടെ, ബെൻസിലിക് ആവട്ടെ, ഈ 3 കാറ്റഗറിയിലും എന്താ ഉള്ളത്? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ടാ ഉള്ളത്, അഥവാ സിംഗിൾ ബോണ്ടഡ് കാർബൺ ഹാലോജൻ ബോണ്ടാണ് ഉള്ളത്. ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലോജൻ ബോണ്ട് എവിടെയാ ഉള്ളത് എന്ന് നോക്കുമ്പോൾ ഈ 3 സ്ഥലങ്ങളിലാണ് അത് കാണാൻ കഴിയുക. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നറിയോ?
ഒന്നുമില്ല. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജന് പകരം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ട് എവിടെയാ വരുന്നതെന്നാ നോക്കുന്നത്. അത് വിനിലിക് ഹാലൈഡ്സിലുണ്ട്, അതേപോലെ അറൈൽ ഹാലൈഡ്സിലുണ്ട്. എന്താ വിനിലിക് അല്ലെങ്കിൽ വിനൈൽ എന്ന് പറഞ്ഞാൽ? ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്യുന്നത് എന്തിലേക്കാ? ഡബിൾ ബോണ്ടിലേക്കാണ്, അഥവാ sp2യിലേക്കാ. അറൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് നേരിട്ട് ബോണ്ട് ചെയ്യുന്നത് ബെൻസീൻ റിംഗിലേക്കാണ്. മനസ്സിലായോടാ? ഈ രണ്ട് സ്ഥലങ്ങളിലും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ടാണ് ഉള്ളത്. ഇത് sp2 ആണ്. ബെൻസീൻ റിംഗിലുള്ള എല്ലാ കാർബൺ ആറ്റവും ഡബിൾ ബോണ്ടഡ് ആണ്, sp2 ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മക്കളെ, നമ്മൾ ഈ നെയിമിങ്ങിലേക്ക് വന്നാൽ ബേസിക് ആയിട്ടൊരു കാര്യം മാത്രം ഞാൻ പറയാം. ഹാലോ ആൽക്കെയിനിന്റെ UPSC നെയിം ഹാലോ ആൽക്കെയിൻ എന്ന. നോക്ക്, നിങ്ങൾ ഇവിടെ CH3Cl അല്ലേ, അതിനെങ്ങനെ ഹാലോ ആൽക്കെയിൻ എന്ന് പറയാ? ഇവിടെയുള്ള ക്ലോറിൻ ആണ് ഹാലജൻ, അപ്പൊ നമുക്ക് ക്ലോറോ എന്ന് പറയാം. പിന്നെ അപ്പൊ ഹാലോ പറഞ്ഞു, ഇനി ആൽക്കെയിൻ അല്ലേ, ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ ഏതാ? അത് മീത്തൈൻ. അപ്പൊ ക്ലോറോ മീത്തൈൻ എന്നാണ് ഇയാളുടെ IUPAC നെയിം. എന്നാൽ അയാളുടെ കോമൺ നെയിം എന്താ? കോമൺ നെയിം ആൽക്കൈൽ ഹാലൈഡ്. ഇവിടെയുള്ള ആൽക്കൈൽ ഏതാ? മീത്തൈൽ. മീത്തൈൽ. ഹാലൈഡ് ആരാ? ക്ലോറൈഡ്. അപ്പൊ മീത്തൈൽ ക്ലോറൈഡ് എന്നാടാ പറയുക. പറഞ്ഞേ അതിനെന്താ പറയാ? മീത്തൈൽ ക്ലോറൈഡ് എന്നാ പറയാ. എന്താ പറയാ? മീത്തൈൽ ക്ലോറൈഡ് എന്നാ പറയാ. മറക്കരുതേ, മീത്തൈൽ ക്ലോറൈഡ്. അപ്പൊ IUPAC നെയിം ഹാലോ ആൽക്കെയിൻ, കോമൺ നെയിം ആൽക്കൈൽ ഹാലൈഡ്. റെഡി? ഇതൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി അറിയേണ്ടത് മക്കളെ, ഹലോ ആൽക്കെയിലുള്ള കാർബൺ ഹാലജൻ ബോണ്ടിന്റെ നേച്ചറാ. ഒരു സംശയവും ഇല്ല, ഇയാള് മോർ ഇലക്ട്രോ നെഗറ്റീവാ. അപ്പൊ ഈ സിഗ്മ ബോണ്ടിലൂടെ ഇലക്ട്രോൺ പെയറിനെ അയാൾ പിടിച്ചു വലിക്കും. അങ്ങനെ അതിനെയാണല്ലോ -I എഫക്റ്റ് എന്ന് പറയാ, ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യുന്ന എഫക്റ്റ് അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ട്രോൺ പെയർ ഹാലജന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമ്പോ അവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് വരും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് വരും. അതിനർത്ഥം എന്താണെന്നറിയോടാ? ഈ കാർബൺ ഹാലജൻ ബോണ്ട് എന്താണ്? പോളാറാണ്. പോളാറാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാർബൺ ഹാലജന്റെ പൊളാരിറ്റി മെഷർ ചെയ്യുമ്പോഴേ ഒരു വ്യത്യാസമുണ്ട്. അതായത് കാർബൺ ക്ലോറിൻ ആണ് ഏറ്റവും പോളാർ, പിന്നെയാണ് കാർബൺ ഫ്ലൂറിൻ, പിന്നെയാണ് കാർബൺ ബ്രോമിൻ, പിന്നെയാണ് കാർബൺ അയോഡിൻ. ഓക്കെ, അതായത് കാർബൺ ഫ്ലൂറിനേക്കാൾ പൊളാരിറ്റി ആർക്കുണ്ട്? കാർബൺ ക്ലോറിൻ ഉണ്ട് എന്നൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇത് എക്സ്പെരിമെന്റലി നമുക്ക് കിട്ടിയ ഡാറ്റയാണ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഡാറ്റയാണ് ഇത്. അപ്പൊ അത് എന്തുകൊണ്ട് എന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. എക്സ്പെരിമെന്റ് ചെയ്തപ്പോ ഇങ്ങനെയാണ് കിട്ടിയത് എന്നൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്ന് മാത്രം. ഇനി മക്കളെ, നമ്മൾ ഹലോ ആൽക്കെയിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാ. ആദ്യം ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നേ ഹൈഡ്രോ കാർബണിൽ നിന്ന്. ഹൈഡ്രോ കാർബണിൽ നിന്നുള്ള പ്രിപ്പറേഷൻ പറയുമ്പോൾ ആൽക്കെയിനിൽ നിന്നുള്ള പ്രിപ്പറേഷനും ആൽക്കീനിൽ നിന്നുള്ള പ്രിപ്പറേഷനും പറയേണ്ടതുണ്ട്. നോക്ക്, ആൽക്കെയിനിൽ നിന്ന് എങ്ങനെ ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുക? വളരെ സിമ്പിൾ, ജസ്റ്റ് ഹാലോജനേഷൻ നടത്തിയാൽ മതി. അല്ല സാറേ, ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിൽ ഹാലോജൻ ആഡ് ചെയ്യുന്ന പ്രോസസ് ഹാലോജനേഷൻ. ഇവിടെ ക്ലോറിൻ അല്ലേ ആഡ് ചെയ്തേ, അപ്പൊ ഇത് ക്ലോറിനേഷനാ. അപ്പൊ മീത്തൈനിലേക്ക് ക്ലോറിനേഷൻ നടത്തുമ്പോ എന്താ കിട്ടുകയെന്നറിയോ? ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമല്ല, മിക്സർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അവിടെ ക്ലോറോമീത്തൈൻ ഉണ്ട്, അവിടെ ഡൈക്ലോറോമീത്തൈൻ ഉണ്ട്, അവിടെ ട്രൈക്ലോറോമീത്തൈൻ അഥവാ ക്ലോറോഫോം ഉണ്ട്, അതേപോലെ അതുപോലെ ടെട്രാ ക്ലോറോമീത്തൈൻ ഉണ്ട്. അപ്പൊ ആൽക്കെയിനിലേക്ക് ലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിൽ ഹാലോജൻ ആഡ് ചെയ്താൽ നമുക്ക് മിക്സർ ഓഫ് ഹാലോ ആൽക്കെയിൻ കിട്ടുമെന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ് മക്കളെ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ആൽക്കെയിനിലേക്ക് പോകുമ്പോഴോ വളരെ സിമ്പിളാ. ആൽക്കീനിലേക്ക് പോകുമ്പോഴോ അതിലേക്ക് HX ആഡ് ചെയ്താൽ മതി. പക്ഷെ HX ആഡ് ചെയ്യുമ്പോൾ മക്കളെ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്താ? ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HX നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അത് പ്രകാരമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. എന്താ മാർക്കോണി പറയുന്നത്?
H+നെ കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് കൊടുക്കണം, Cl- ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതാണ് മാർക്കോണി. അതേസമയം അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HBr ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുക. എപ്പോഴാണ് ആന്റി മാർക്കോണി അപ്ലൈ ചെയ്യുക? HBr ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോഴാണ് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി മക്കളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ആന്റി മാർക്കോണി? മാർക്കോണിയുടെ നേരെ ഓപ്പോസിറ്റ് H+ ലെസ്സർ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കും Br- ഗ്രേറ്റർ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കും പോകുന്നതാണ് ആന്റി മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ. അത് പ്രകാരമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും മേജർ ആയിട്ട് നമുക്ക് കിട്ടുക, മറന്നു കളയണ്ട. ഇനി ഇങ്ങനെയല്ലാതെ ആൽക്കീനിൽ നിന്ന് ഹാലോ ആൽക്കീൻ ഉണ്ടാക്കാൻ വേറൊരു വഴിയുണ്ട്. ജസ്റ്റ് ഹാലോജൻ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആവും, 2 കാർബണിലേക്കും ഹാലോജൻ വരും. ഇങ്ങനെയും നമുക്ക് എന്തുണ്ടാക്കാം? ആൽക്കീനിൽ നിന്ന് ഹലോ ആൽക്കെയിൻ ഉണ്ടാക്കാം. റെഡിയാണല്ലോ? അപ്പൊ ആൽക്കെയിനിൽ നിന്ന് ഹാലോജനേഷൻ വഴിയാണ് ഉണ്ടാക്കുക. ആൽക്കീനിൽ നിന്ന് HX ആഡ് ചെയ്തിട്ടും അതേപോലെ ഹാലോജൻ ആഡ് ചെയ്തിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഇനി മൂന്നാമത്തെ പ്രിപ്പറേഷൻ ഏതാണെന്നറിയോ? അത് ഫ്രം ആൽക്കഹോൾ ആണ്. മക്കളെ, ആൽക്കഹോളിൽ നിന്ന് ഹലോ ആൽക്കെയിൻ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട 4 മെത്തേഡ് ഉണ്ട്. ഒന്ന് യൂസിങ് കോൺസെൻട്രേറ്റഡ് HX, അടുത്തത് യൂസിങ് PCl5, അടുത്തത് യൂസിങ് PCl3, അടുത്ത യൂസിങ് SOCl2 അഥവാ തയോണൈൽ ക്ലോറൈഡ്. എല്ലാത്തിലും ഒരേ സംഭവം സംഭവിക്കും. എന്താ അറിയോ? ആൽക്കഹോളിലുള്ള കാർബൺ OH ബോണ്ട് പൊട്ടും. ഇത് പൊട്ടിയിട്ട് OH പോവും. പകരം ആരാ വരാന്നറിയോ? ഇവിടെയുള്ള ഹാലജൻ വരും, ഇവിടെയുള്ള ഹാലജൻ വരും, ഇവിടെയുള്ള ഹാലജൻ വരും, ഇവിടെയുള്ള ഹാലജൻ വരും. അപ്പൊ എല്ലാത്തിലും ഒരേ പ്രൊഡക്റ്റാ, ക്ലോറോ ഈതെയ്ൻ. എല്ലാത്തിലും ഒരേ പ്രൊഡക്റ്റാ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ 4 വഴിയിലൂടെ ആൽക്കഹോളിൽ നിന്ന് ഹലോ ആൽക്കെയിൻ ഉണ്ടാക്കാമെങ്കിലും ഇതിലെ ബെസ്റ്റ് മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ. അത് യൂസിങ് തയോണൈൽ ക്ലോറൈഡാ. അതെന്തുകൊണ്ടാ സാറേ ബെസ്റ്റ് മെത്തേഡ് ആവുന്നേ? കാര്യം ഇവിടെയുള്ള ബൈ പ്രോഡക്റ്റ് ഒന്ന് ആരാടാ പറ? HCl ഗ്യാസ് ആണ്, 2 SO2 ഗ്യാസാ. ആ ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ കിട്ടും. മക്കളെ, നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ കിട്ടും. അതുകൊണ്ടാണ് ഇത് ബെസ്റ്റ് മെത്തേഡ് ആവുന്നത് എന്ന കാര്യം ഓർത്തു വെക്കണം. ഇത് ബെസ്റ്റ് മെത്തേഡ് ആവാനുള്ള കാരണം എന്താ? ബൈ പ്രൊഡക്റ്റ് ഗ്യാസ് ആണ്. അവർ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്തു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എന്ത് കിട്ടുന്നത് കൊണ്ടാ? പ്യുവർ ഹാലോ ആൽക്കെയിൻ കിട്ടുന്നത് കൊണ്ടാ. റെഡിയാണല്ലോ പറഞ്ഞേ? യെസ്. അടുത്തത് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിൽ വളരെ പ്രധാനപ്പെട്ട 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, 2 സ്വാർട്സ് റിയാക്ഷൻ. എന്താ മക്കളെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ? ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? X- അങ്ങോട്ട് പോയിട്ട് I- ഇങ്ങോട്ട് വരും. അങ്ങനെ അയോഡോ ആൽക്കെയിൻ ഉണ്ടാവും. ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായി അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അയോഡോ ആൽക്കെയിന് കിട്ടുന്ന പരിപാടിയുടെ പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പൊ മക്കളെ, സ്വാർട്സ് റിയാക്ഷൻ എന്താ? അവിടെ പറഞ്ഞ പോലെ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ ഒരു മെറ്റൽ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ അയോണുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്താ ഉണ്ടാവുന്നതടാ പറ? ഫ്ലൂറോ ആൽക്കെയിനാണ് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. അപ്പൊ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ അയോഡോ ആൽക്കെയിൻ ആക്കാനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, ഫ്ലൂറോ ആൽക്കെയിൻ ആക്കാനാണ് സ്വാർട്സ് റിയാക്ഷൻ. രണ്ടും ക്ലിയർ കട്ടായിട്ട് പഠിക്കണം. എക്സാമിന് അത് എപ്പോഴും ചോദിക്കാറുണ്ട്, മറന്നു കളയണ്ട. ഇനി നമ്മൾ ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോയാലോ? ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ അവിടെ മക്കളെ ബെൻസീൻ എന്നുള്ള പ്രിപ്പറേഷനാ. സിമ്പിളാ. ബെൻസീൻ എടുക്കുക, അതിലേക്ക് ഹാലോജൻ ആഡ് ചെയ്യുക. അത് ഡാർക്ക് കോൾഡ് കണ്ടീഷനിലാണ് ആഡ് ചെയ്യേണ്ടത്. അതൊന്നെങ്കിൽ അയൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലോ ഒക്കെ ആഡ് ചെയ്യണ്ടേ. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ? ഈ ബെൻസീനിലേക്ക് ഹാലോജൻ വന്ന് ഹാലോ അറീൻ അവിടെ ഫോം ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബെൻസീനിൽ ഓൾറെഡി ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത അയാൾ ഓർത്തോ ആൻഡ്
പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഏത് ഗ്രൂപ്പാടാ പറ? അയാൾ ഓർത്തോ ആൻഡ് അയാൾ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാ. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഒരാളുടെ ഓർത്തോ പൊസിഷനിലേക്ക് ഹാലജൻ വരും, മറ്റേയാളുടെ പാരാ പൊസിഷനിലേക്ക് ഹാലജൻ വരും. അല്ല സാറേ, മുകളിൽ ഒരു പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ? അതേ. കാരണം എന്താ? കാരണം ഇവിടെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഒന്നും ഇല്ല. അത് വരുമ്പോഴാണ് രണ്ട് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇതല്ല ഇമ്പോർട്ടന്റ്. ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്നറിയോ? അത് ഫ്രം അനിലിനാണ്. അനിലിനിലേക്ക് സോഡിയം നൈട്രൈറ്റും HCl-ഉം നമ്മൾ എന്ത് ചെയ്യുക? ലോ ടെമ്പറേച്ചറിൽ ആഡ് ചെയ്യുക. അപ്പൊ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും. അതിനെയാണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാ. എന്താ മക്കളെ പറയാ? ഡയസോട്ടൈസേഷൻ റിയാക്ഷന്. ആ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിലേക്ക് കോപ്പർ ഹാലൈഡ് ആഡ് ചെയ്യുക. ഇവിടെ HX കൊടുക്കണം നിർബന്ധമില്ല. കോപ്പർ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഹാലോ അറീന് കിട്ടും. അതിനെയാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയാ. അതിന് പകരം ഈ കിട്ടിയ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിലേക്ക് കോപ്പർ പൗഡറും HX-ഉം ആഡ് ചെയ്താലും സെയിം പ്രൊഡക്റ്റാ കിട്ടുക. പക്ഷെ റിയാക്ഷന്റെ പേര് ഗെറ്റർമാൻ റിയാക്ഷൻ എന്നാ. അപ്പൊ കോപ്പർ ഹാലൈഡ് കണ്ടാൽ അത് സാൻ മേയേഴ്സ് റിയാക്ഷനാ. കോപ്പർ പൗഡറും HX-ഉം കണ്ടാൽ അത് ഗെറ്റർമാൻ റിയാക്ഷനാ. ഒരു കാരണവശാലും എൻ്റെ മക്കൾ ഇത് മറക്കരുത്. സാൻ മേയേഴ്സ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും ഡയസോട്ടൈസേഷൻ റിയാക്ഷനും എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരന്തരം വരുന്നതാണ്. പഠിക്കാതെ പോകരുത് കേട്ടോ നിങ്ങൾ. ഇനി മക്കളെ നോക്കൂ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിലാദ്യം ഫിസിക്കൽ സ്റ്റേറ്റ്. ഒരു കാര്യം മനസ്സിലാക്ക്, ലോവർ മെമ്പേഴ്സ് ഉണ്ടല്ലോ, കുറച്ച് കാർബണൊക്കെ ഉള്ള ഹാലോ ആൽക്കൈൻ ഉണ്ടല്ലോ, അവരൊക്കെ ലിക്വിഡോ ഗ്യാസോ. പക്ഷെ ഹയർ മെമ്പേഴ്സ് ഒക്കെ സോളിഡ് ആണ് എന്ന കാര്യം ഓർത്ത് വെക്കുന്നത് നല്ലതാ. പക്ഷെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത് അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത് ബോയിലിംഗ് പോയിന്റും അതേപോലെ സോലബിലിറ്റിയുമാ. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ ഈ കാര്യം അങ്ങ് പഠിച്ചു വെക്കുക. എടാ, ബോയിലിംഗ് പോയിന്റിനെ അതേപോലെ മെൽറ്റിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് നമ്പർ ഓഫ് കാർബൺ, 2 നമ്പർ ഓഫ് ഹാലജൻ, 3 സൈസ് ഓഫ് ഹാലജൻ. ഇത് മൂന്നും ബോയിലിംഗ് പോയിന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് മൂന്നും ബോയിലിംഗ് പോയിന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്പർ ഓഫ് കാർബൺ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, നമ്പർ ഓഫ് ഹാലജൻ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, സൈസ് ഓഫ് ഹാലജൻ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. പക്ഷേ ബ്രാഞ്ചിങ് എന്ന് പറയുന്ന 4ാമത്തെ ഫാക്ടർ ഉണ്ട്. അത് കൂടുമ്പോൾ മാത്രം ബോയിലിംഗ് പോയിന്റ് കുറയും. കാരണം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന കാര്യമാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ഇനി മക്കളെ നോക്കൂ, സോലുബിലിറ്റിയുടെ ഒരു ചെറിയ പോയിന്റ് എന്താ അറിയോ? ആക്ച്വലി ഹാലോ ആൽക്കൈന് പോളാറാണ്. പോളാറായിട്ട് പോലും അയാൾ വാട്ടറിൽ സോലുബിൾ അല്ല. കാരണം എന്താ അറിയോ? ഹാലോ ആൽക്കൈൻസിന് വാട്ടറുമായിട്ട് എന്ത് മേക്ക് ചെയ്യാൻ കഴിയില്ല? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പോളാറായിട്ട് പോലും അയാൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്തത് എന്ന കാര്യം ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇനി മക്കളെ, നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് പോയാൽ ആദ്യം പറയാനുള്ളത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാ. എന്താ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഒരു ഹാലോ ആൽക്കൈനിലുള്ള വീക്ക് ന്യൂക്ലിയോഫൈലിനെ മാറ്റിയിട്ട് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരുന്ന പരിപാടിയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിന്റെ എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തേ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എടാ, KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡ് ആണ് കിട്ടുക, AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസൈനൈഡാ കിട്ടുക. CN വന്നാൽ സയനൈഡ്, NC വന്നാൽ ഐസോസൈനൈഡ്. കാരണം എന്താണെന്നറിയോ? ഈ KCN എന്ന് പറയുന്നത് ഒരു അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. AgCN എന്ന് പറയുന്നത് ഒരു കോവാലന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. എന്ത് കോമ്പൗണ്ട് ആണ് പറ? ഒരു കോവാലന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് KCN സയനൈഡും AgCN ഐസോസയനൈഡും തന്നത് എന്നത് ഓർത്തിരിക്കണം. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞത് വരാറുണ്ട്. ഇനി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മക്കളെ 2 മെക്കാനിസം ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് SN2 മെക്കാനിസമാ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. അത് ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പൊ ഈ എക്സാമ്പിൾ നീറ്റായിട്ട് എഴുതി കൊടുക്കണം. ഇതിന് 6 ഫീച്ചേഴ്സ് ഉണ്ട്. 6 ഫീച്ചേഴ്സ് ഏതൊക്കെയാ?
ഒന്ന് ഇത് സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസമാണ്. ഇവിടെ ബോണ്ട് മേക്കിങ്ങും ബോണ്ട് ബ്രേക്കിങ്ങും സൈമൾട്ടേനിയസാ, ഒരുമിച്ചാ നടക്കുന്നത്. 3, ഇവിടെ ഇന്റർമീഡിയറ്റ് ഒന്നുമില്ല. ഇത് ഇന്റർമീഡിയറ്റ് അല്ല, ഇത് ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമാണ്. ബ്രേക്കിങ്ങും മേക്കിങ്ങും ഒരുമിച്ച് നടക്കുന്നത് കാണിച്ചു തരാൻ വരച്ചേ ഉള്ളൂ. അത് ഇന്റർമീഡിയറ്റ് അല്ല. ദർ ഇസ് നോ ഇന്റർമീഡിയറ്റ്. 4ാമത്തെ പോയിന്റ് എന്താ അറിയോ? ഇതിന്റെ മോളിക്കുലാരിറ്റി 2ആണ്, ഇതിന്റെ ഓർഡറും 2ആണ്. അതുകൊണ്ടാണ് ബൈമോളിക്കുലാർ എന്ന് പറഞ്ഞത് ഹെഡിങ്ങിൽ തന്നെ. മോളിക്കുലാരിറ്റി 2, ഓർഡർ 2. ഇനി എന്താ അറിയോ? ഇവിടെ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. കാരണം നോക്ക്, ഇതാണല്ലോ ഹാലോ ആൽക്കെയിൻ. ഈ കാർബണിന്റെ റൈറ്റ് സൈഡിലാണല്ലോ ന്യൂക്ലിയോഫൈൽ ഉള്ളത്. പക്ഷെ റിയാക്ഷൻ കഴിയുമ്പോൾ പുതിയ ന്യൂക്ലിയോഫൈൽ റൈറ്റിലല്ല, ലെഫ്റ്റിലാ. അതിന്റെ അർത്ഥം റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആള് റിയാക്ഷൻ കഴിയുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ്. അതിനെയാണ് ഇൻവേർഷൻ ടേക്സ് പ്ലേസ് എന്ന് പറയാ. SN2 മെക്കാനിസത്തിന്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്താ? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. ഈ 6 പോയിന്റ് പഠിച്ചു വെക്കുക. അതിലൊരു 3 പോയിന്റ് എപ്പോ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രൂപത്തിൽ സ്ട്രോങ് ആക്കി വെക്കുക. 2ാമത്തെ മെക്കാനിസം ഏതാ? SN1 മെക്കാനിസം. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതി വെക്കണം. നോക്കൂ നിങ്ങൾ, ഇത് 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ബോണ്ട് ബ്രേക്കിംഗ്, 2ാമത്തെ സ്റ്റെപ്പിൽ മേക്കിംഗ്. എടാ ഇവിടെ 3ാമത്തെ പോയിന്റ് എന്താ? ഇവിടെ കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഉണ്ട്. 4ാമത്തെ പോയിന്റ് എന്താ? ഇവിടെ മോളിക്കുലാരിറ്റി 1 ആണ്, ഓർഡറും 1 ആണ്. ഇനി നോക്ക്, 2 തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ആദ്യം എങ്ങനെയാണോ മോളിക്കൂൾ ഉള്ളത് അതേപോലെ നിൽക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അതേപോലെ തിരിഞ്ഞു നിൽക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഇവിടെ ഇൻവേർഷനും ഉണ്ട്, റീടെൻഷനും ഉണ്ട്. ഇൻവേർഷനും റീടെൻഷനും ഉണ്ടെങ്കിൽ അതിവിടെ റെസിമൈസേഷൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്താടാ? SN2ന്റെ നേരെ ഓപ്പോസിറ്റ്. അതെന്താ? ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ SN2ന്റെ എക്സാമ്പിൾ വേണം, SN1ന്റെ എക്സാമ്പിൾ വേണം. SN2ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, SN1ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. 2 കോളം വരച്ച് ഒരു സൈഡിൽ SN1ഉം ഒരു സൈഡിൽ SN2 എഴുതിയാൽ അത് SN1ന്റെയും SN2ന്റെയും ഡിഫറൻസാ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാ. റെഡി ആണല്ലോടാ? യെസ്. ഇനി മക്കളെ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് അറിയണം. ഒരു ഓർഡിനറി ലൈറ്റ് എല്ലാ സൈഡിലേക്കും വൈബ്രേറ്റ് ചെയ്യും. അതൊരു നിക്കോൾ പ്രിസത്തിലൂടെ പാസ് ചെയ്താൽ പിന്നെ ഒരു സൈഡിലേക്ക് മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ലൈറ്റിനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുക. മക്കളെ, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലൂടെ കടത്തി വിടുമ്പോൾ ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനുണ്ടെങ്കിൽ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ. അതായത് ഈ വരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് ഉണ്ടെങ്കിൽ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. നോക്ക്, ഇത് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ലിയോ റൊട്ടേറ്ററി. ഓക്കെ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ നമ്മൾ പറയുന്നത് എന്ത് വെച്ചിട്ടാണെന്നറിയോ? എടാ, കൈറാലിറ്റി നോക്കിയിട്ടാ. എന്താ കൈറാലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു മോളിക്കൂളും അതിന്റെ മിറർ ഇമേജും സൂപ്പർ ഇമ്പോസിബിൾ ആവാതിരിക്കുന്നതിനെയാണ്, അഥവാ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആവുന്നതിനെയാണ് കൈറാലിറ്റി എന്ന് പറയാം. നോക്കൂ നിങ്ങൾ, ഈ മോളിക്കൂളിന്റെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് ആണിത്. ഇത് മിററാ. ആ മിററിൽ ഇങ്ങനെയല്ലേ കാണുക? ആ ഇമേജ് എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യും. സൂപ്പർ ഇമ്പോസ് ചെയ്യാതിരിക്കല കൈറാലിറ്റി. ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാ. അവിടെ കൈറാലല്ല, കൈറാലിറ്റി ഇല്ല. എന്നാൽ നോക്ക്, ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഇങ്ങനെയല്ലേ കാണുക? അതെടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യോ? അങ്ങനെ ഒരേപോലെ വരുമോ? വരില്ല. അങ്ങനെയാണെങ്കിൽ അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആവുന്നതിനെയാണ് കൈറാലിറ്റി എന്ന് പറയുക. കൈറാലിറ്റി ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി എന്താണ്? ആക്റ്റീവ് ആണ് എന്ന് പറയാം. ഇനി ഇങ്ങനെ അല്ലാതൊരു മെത്തേഡ് ഉണ്ട്. എന്താ അറിയോ? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അഥവാ അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അത് ഒപ്റ്റിക്കലി എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ എന്താ സാറേ കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ? ഒരു കാർബണിന് ചുറ്റും ഡിഫറന്റ് ആറ്റങ്ങൾ അല്ലെങ്കിൽ ഡിഫറന്റ് ഗ്രൂപ്പുകൾ വരിക.
അതിനെയാണ് കൈറാൽ കാർബൺ എന്ന് പറയാ. നോക്ക് നിങ്ങൾ, ഈ കാർബണിന്റെ ഒരു സൈഡിൽ എച്ച്, ഒരു സൈഡിൽ OH, ഒരു സൈഡിൽ CHO, ഒരു സൈഡിൽ CH3. അപ്പൊ ധൈര്യമായി പറഞ്ഞോ ഇതിന്റെ ചുറ്റും ഡിഫറെന്റ് ആളുകളാ, എങ്കിൽ അത് കൈറാൽ കാർബണാ. കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും എന്ന കാര്യം ഓർമ്മയിലുണ്ടാവണം. റെഡി? യെസ്. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. എലിമിനേഷൻ റിയാക്ഷൻ. ഒന്നുമില്ല, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH ട്രീറ്റ് ചെയ്യുമ്പോൾ, ആൽഫ കാർബണിന് ഹാലോജനും ബീറ്റ കാർബണിന് ഹൈഡ്രജനും പോവും. അപ്പോൾ ആൽക്കീൻ ഉണ്ടാവും. ഇതാണ് എന്തെന്ന് പറയുന്നത്? എന്താ പറയുക, എലിമിനേഷൻ റിയാക്ഷൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് പാരാ പോയത്? ഇവിടുന്ന് ഹാലോജൻ പോയി, ഇവിടുന്ന് ഹൈഡ്രജൻ പോയി. ഹൈഡ്രജനും ഹാലോജനും പോയതുകൊണ്ട് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറയാറുണ്ട്. ആൽഫ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്, ബീറ്റ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ ബീറ്റ എന്നല്ലേ പോയത്, അതുകൊണ്ട് ഇതിന് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ അറിയോ, രണ്ട് ബീറ്റ വന്നാൽ, ഇവിടെ നോക്ക്, രണ്ട് ബീറ്റ ഉണ്ട്. ഇത് ആൽഫ, ഇവിടുതാണ് ഫംഗ്ഷൻ ലൂപ്പ്. അപ്പൊ ഇത് ആൽഫ, ആൽഫയുടെ തൊട്ടടുത്തുള്ള ആളാ ബീറ്റ. അപ്പൊ ഇതും തൊട്ടടുത്തുള്ള ആള്, ഇതും തൊട്ടടുത്തുള്ള ആള്. അപ്പൊ രണ്ട് ബീറ്റ വന്നാൽ എന്താ ചെയ്യാ? രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. അതായത് ഇവിടുന്ന് ബ്രോമിനും ഇവിടുന്ന് ഹൈഡ്രജനും പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടുന്ന് ബ്രോമിനും ഇവിടുന്ന് ഹൈഡ്രജനും പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇതിൽ ഏതാ മേജർ പ്രൊഡക്റ്റ്? എലിമിനേഷനിലുള്ള മേജർ പ്രൊഡക്റ്റ് നമ്മൾ പറയാ സൈഡ്സ് ഓഫ് റൂൾ വെച്ചിട്ടാ. എന്താ സൈഡ്സ് ഓഫ് റൂൾ പറയുന്നത്? ഈ കിട്ടുന്ന ആൽക്കീനില്ലേ, ആ ആൽക്കീനില് ഏത് ആൽക്കീനിലാണ് ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത്? എന്താ മക്കളെ, ഇതിലേത് ആൽക്കീനിലാണ് ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത്? അതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ ലെഫ്റ്റിൽ ആരുമില്ല, ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ റൈറ്റിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇത് രണ്ട് കാർബൺ അല്ല കേട്ടോ, അങ്ങനെയല്ല എണ്ണേണ്ടത്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ടാണ് എണ്ണേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ ഇവിടെയോ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ലെഫ്റ്റിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ റൈറ്റിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ഉടൻ രണ്ട് ഗ്രൂപ്പ് വന്നു, അപ്പൊ അയാളാ മേജർ. അപ്പൊ ഇങ്ങനെ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെയാണോ അറ്റാച്ച് ചെയ്തത് അതാണ് മേജർ പ്രൊഡക്റ്റ് എന്നാണ് ആര് പറയുന്നത്? സൈഡ്സ് ഓഫ് റൂൾ പറയുന്നത്. അപ്പൊ രണ്ട് ബീറ്റ വരുമ്പോ സൈഡ്സ് ഓഫ് റൂൾ വെച്ചിട്ടാണ് മെയിൻ പ്രൊഡക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നത് ഓർത്തിരിക്കണം. അടുത്ത മക്കളെ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസിൽ റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം, സിമ്പിൾ പോയിന്റ്. ഒരു ഹാലോ ആൽക്കൈനിനെ മെഗ്നീഷ്യവുമായിട്ട് ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ ആ മെഗ്നീഷ്യം നേരെ ഇവരുടെ ഇടയിൽ വന്നിരിക്കും. അങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉണ്ടാവും. ആ കിട്ടുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ഡ്രൈ കണ്ടീഷനിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറുമായി റിയാക്ട് ചെയ്ത് ആൽക്കൈൻ ഫോം ചെയ്യുമെന്ന കാര്യം അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ് മക്കളെ, അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ മക്കളെ. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യണം. അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആരും മിസ് ചെയ്യരുത്. നമ്മുടെ ക്രിസ്മസ് എക്സാമും ഇനി വരുന്ന പബ്ലിക് എക്സാമിനും വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. നിങ്ങളുടെ ഡെയിലി പ്ലാൻ ആവട്ടെ, നോട്ട്സ് ആവട്ടെ, മൈക്രോബിറ്റ് ആവട്ടെ, ലൈവിന്റെ ലിങ്ക് ആവട്ടെ, എല്ലാം ഇനി ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. വേറെ ഏത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഇതിലൂടെ ആയിരിക്കും ഫർദർ ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസ് നടക്കുക. സോ ജോയിൻ ചെയ്യുക. അടുത്തത് റിയാക്ഷൻ വിത്ത് സോഡിയം. സോഡിയവുമായിട്ടുള്ള റിയാക്ഷനിലാണ് വൂഡ്സ് വരുന്നത്, ഫിറ്റിഗ് വരുന്നത്, വൂഡ്സ് ഫിറ്റിഗ് വരുന്നത്. ഇത് മൂന്ന് ഇമ്പോർട്ടന്റ്. എന്താ വൂഡ്സ് റിയാക്ഷൻ? രണ്ട് ആൽക്കൈൽ ഹാലൈഡിനെ രണ്ട് സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ആൽക്കൈൻ ഉണ്ടാവുന്നതാണ് വൂഡ്സ് റിയാക്ഷൻ. അപ്പൊ സാറേ ഫിറ്റിക് റിയാക്ഷൻ എന്താ? ഇതേ പരിപാടി. പക്ഷെ ഹാലോ ആൽക്കൈന് പകരം ഹാലോ അറീന, രണ്ട് ഹാലോ അറീന് സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ
ഈ രണ്ട് ബെൻസീന് കമ്പൈൻ ചെയ്ത് ബൈഫിനൈൽ ഉണ്ടാവും. അതാണ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പൊ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്താ? ഒരു ആൽക്കൈൽ ഹാലൈഡ്, ഒരു ഹാലോ അറീന്, രണ്ട് സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ആൽക്കൈലും ഈ ബെൻസീനും കമ്പൈൻ ചെയ്തോ ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാവുന്നതാണ് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇത് മൂന്നും എക്സാമിന് ആവശ്യമുള്ളതാ. ഇത് മൂന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് ഹാലോ ആൽക്കൈനിന്റെ കെമിക്കൽ റിയാക്ഷൻസ്. ഇനി മക്കളെ ഹാലോ അറീൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് വന്നാൽ അവിടെയും ആദ്യം പഠിക്കേണ്ടത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാ. പക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം എന്താണെന്നറിയോ? ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവാ. എന്താ കാരണം എന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഹാലോ അറീനിൽ റെസൊണൻസ് ഉണ്ട്. റെസൊണൻസ് വരുമ്പോൾ പാർഷ്യൽ ഡബിൾ ബോണ്ട് വരും. അത് ബ്രേക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഹാലോ അറീനിലെ sp2 ഹൈബ്രിഡൈസേഷനാ. അപ്പൊ പെർസെന്റേജ് പി ക്യാരക്ടർ കുറവായിരിക്കും. കാണാതെ പഠിക്കണം കേട്ടോ. പെർസെന്റേജ് പി ക്യാരക്ടർ കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അതുകൊണ്ട് എന്താ സാറേ? ബോണ്ട് ലെങ്ത് കുറഞ്ഞാൽ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും. അപ്പൊ അത് ബ്രേക്കിംഗ് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കാത്തത്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താ അറിയോ? ഈ വരുന്ന ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് നെഗറ്റീവാ. ആ നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈലിന്റെയും ഫിനൈൽ ഗ്രൂപ്പിന്റെയും ഇടയിൽ, അഥവാ ബെൻസീൻ റിങ്ങിന്റെയും ഇടയിൽ, ബെൻസീനിൽ റെസൊണൻസ് നടക്കുമ്പോൾ അവിടെ ഇലക്ട്രോൺ പെയറുകൾ വരുന്നില്ലേ? ചാർജ്, നെഗറ്റീവ് ചാർജ് വരുന്നില്ലേ? അപ്പൊ ആ ഫിനൈൽ ഗ്രൂപ്പിന്റെയും വരുന്ന ന്യൂക്ലിയോഫൈലിന്റെയും ഇടയിൽ റിപ്പൾഷൻ അനുഭവപ്പെടുന്നത് മറ്റൊരു റീസൺ ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി ആ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ ഉണ്ടാവുന്ന ഫിനൈൽ കാർബോ കാറ്റോൺ ഉണ്ടല്ലോടാ, അത് ഹൈലി അൺസ്റ്റേബിളാ. ആരെങ്കിലും നല്ല സ്റ്റേബിളായ സ്റ്റേറ്റിൽ നിന്ന് അൺസ്റ്റേബിളായ സ്റ്റേറ്റിലേക്ക് പോകാൻ ശ്രമിക്കുമോ? ഇല്ല. അപ്പൊ ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാ, ഒരു 3 റീസൺ എങ്കിലും പഠിക്കണം. ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആവുന്നത് എന്ന കാര്യം നിങ്ങൾ പഠിക്കണം. നമ്മൾ ലെസ് റിയാക്റ്റീവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, തീരെ നടക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നടക്കും, പക്ഷെ എന്ത് വേണം? നല്ല ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൊടുക്കണം. അതിന്റെ എക്സാമ്പിൾ ആണിത്. ക്ലോറോബെൻസീൻ NaOHുമായി ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ട്രീറ്റ് ചെയ്താൽ ഫിനോള് കിട്ടും. അഥവാ ഇവിടെയുള്ള ക്ലോറിനെ മാറ്റി OH വരും. പക്ഷെ നല്ല ടെമ്പറേച്ചറും നല്ല പ്രഷറും കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി മക്കളെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? അത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. അവിടെ ഫിറ്റിക് റിയാക്ഷനും വൂഡ്സ് ഫിറ്റിക് ഒക്കെ നേരത്തെ പറഞ്ഞില്ലേ? സെയിം സാധനം തന്നെ. മൂന്നാമത്തെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാ. ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഹാലോ അറീനിലുള്ള ഹാലജൻ ആരാ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാ. അപ്പൊ അതിലേക്ക് ഇലക്ട്രോഫൈൽ വരുമ്പോൾ 2 പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒന്ന് ഓർത്തോയിലേക്ക് ഇലക്ട്രോഫൈൽ വരും, 2 പാരയിലേക്ക് ഇലക്ട്രോഫൈൽ വരും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് 5 ടൈപ്പ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. കാണാതെ പഠിക്കണം. കഴിഞ്ഞ വർഷം ഹൈഡ്രോ കാർബണിൽ പറഞ്ഞതായത്. എന്താ ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ? ഹാലോജൻ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ ഓർത്തോയിലേക്കും പാരയിലേക്കും ക്ലോറിൻ വരും. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഓർത്തോയിലേക്കും പാരയിലേക്കും NO2 വരും. സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഓർത്തോയിലേക്കും പാരയിലേക്കും SO3H വരും. ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ CH3Cl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറുമായി ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഓർത്തോയിലേക്കും പാരയിലേക്കും ആരാ വരിക? ആൽക്കൈൽ വരിക. ഇനി ഫിഡൽക്രാഫ്റ്റ് അസൈലേഷൻ എന്താ? ഒന്നുമില്ല. CH3COCl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഓർത്തോയിലേക്കും പാരയിലേക്കും ആരാ വരിക? COCH3 വരിക. ഇത് ഇരുന്ന് കാണാതെ പഠിക്കണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? അപ്പൊ ആരാണ് വരിക? ഇത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. റെഡി? യെസ്. ഇനി നോക്കടാ, ലാസ്റ്റ് ടോപ്പിക്, പോളിഹാലജൻ കോമ്പൗണ്ട്. ഡൈഹാലോ ആൽക്കേൻ്റെ 1-2 യൂസ് പഠിച്ചു വെക്കുക. സോൾവെന്റ് ആയിട്ടും പെയിന്റ് റിമൂവർ ആയിട്ടും അതേപോലെ ഡ്രഗ് ഉണ്ടാക്കാനും മെറ്റൽ ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും 2 യൂസ് പഠിച്ചു വെക്കുക. അതേപോലെ ട്രൈക്ലോറോമീഥേൻ അഥവാ ക്ലോറോഫോം, അത് നല്ലൊരു സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഫ്രിയോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇത് എന്താ പറയുക, ലൈറ്റിന്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്ത് ഫോസ്ജീൻ എന്ന് പറയുന്ന ഹൈലി പോയ്സണസ് കോമ്പൗണ്ട് ഉണ്ടാവും. ഇത് തടയാൻ ഇത് നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുക? ഡാർക്ക് ബോട്ടിൽ ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിട്ട് ക്ലോറോഫോം എന്തായിട്ട് മാറും? ഫോസ്ജീൻ എന്ന് പറയുന്ന പോയിസണസ് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇത് പഠിക്കണം. അടുത്തത് മക്കളെ ടെട്രാക്ലോറോമീഥെയിൻ. ടെട്രാക്ലോറോമീഥെയിൻ നല്ലൊരു സോൾവെന്റ് ആണ്. റെഫ്രിജറൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. CFCകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാ. കാർബൺ ടെട്രാക്ലോറൈഡിലേക്ക് 2 AgF ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CF2Cl2 എന്ന് പറയുന്ന CFC കിട്ടും, അഥവാ ഫ്രിയോൺ കിട്ടും. ഇത് എന്താ റിയാക്ഷൻ എന്നറിയോ? ഇത് സ്വാർട്സ് റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷൻ ആടാ? സ്വാർട്സ് റിയാക്ഷൻ. അപ്പൊ സ്വാർട്സ് റിയാക്ഷനിലൂടെ കാർബൺ ടെട്രാക്ലോറൈഡിൽ നിന്ന് ഫ്രിയോൺ ഉണ്ടാക്കാമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫയർ എക്സ്റ്റിങ്ഷർ ആയിട്ട് തീ കെടുത്താനൊക്കെ കാർബൺ ടെട്രാക്ലോറൈഡ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തത് ഫ്രിയോൺസ്. എന്താണ് ഫ്രിയോൺസ്? ഫ്രിയോൺസ് എന്ന് പറഞ്ഞാൽ മീത്തൈനിൻ്റെയും ഈത്തൈനിൻ്റെയും ക്ലോറോ ഫ്ലൂറോ കാർബൺ കോമ്പൗണ്ടുകളെയാണ് ഫ്രിയോൺസ് എന്ന് വിളിക്കുക. അതിൻ്റെ പ്രത്യേകത അവരെന്താണ്? എക്സ്ട്രീംലി സ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവ് നോൺ റിയാക്റ്റീവ് ആണ്, നോൺ ടോക്സിക് ആണ്, നോൺ കൊറോസീവ് ആണ്, ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസസ് ആണ്. അടുത്തത് DDT. DDT എന്ന് പറഞ്ഞാൽ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈത്തൈനിനെയാണ് DDT എന്ന് വിളിക്കുക. ആദ്യത്തെ ഓർഗാനിക് ഇൻസെക്ടിസൈഡ് ആണ് DDT. ഈ DDTയെ ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് ആദ്യമായി കണ്ടെത്തുന്നത് നമ്മുടെ പോൾ മുള്ളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പോൾ മുള്ളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. റെഡിയാണല്ലോ മക്കളെ? അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. വളരെ ക്വിക്കായിട്ട് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ട്, എന്നോട് ചോദിക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.